ഹായ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഭാഗത്തു നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ക്ലാസ്. ഇതിൽ 2 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ഡാഷ് ഗുഡ്. ഓപ്ഷൻസ് ഈസ് ആർ. ഇവിടെ പല ആൾക്കാർക്കും കൺഫ്യൂസിംഗ് ആയ അല്ലെങ്കിൽ തെറ്റ് വരുത്തുന്ന ഒരു ചോദ്യമാണിത്. ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ആർ ഗുഡ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ ആപ്പിൾസിനെ അല്ല കൺസിഡർ ചെയ്യാനുള്ളത്, പകരം ക്വാളിറ്റീനെയാണ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ഏകവചനമാണ് ക്വാളിറ്റി. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട്, വേർബ് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സിംഗുലർ ഈസ് ആണ് അല്ലേ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ, ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇവിടുത്തെ ആൻസർ ഏതാണ്, ഈസ് ആണ്. ഓക്കെ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ, അപ്പോൾ അതനുസരിച്ച് ആൻസർ ഏതാണ്, ഈസ് ആണ്. നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. പല ആൾക്കാരും ആപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ആർ എന്ന് എഴുതാറുണ്ട്. അത് തെറ്റാണ്. പകരം ക്വാളിറ്റി, നമ്മളിവിടെ ക്വാളിറ്റീനെയാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇവിടെ സിംഗുലർ ആണ് ഉപയോഗിക്കുക, സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേസ്റ്റ് ഓഫ് മാംഗോസ് ഡാഷ് സ്വീറ്റ്. അപ്പോൾ ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. മാംഗോസിനെ അല്ല കൺസിഡർ ചെയ്യാനുള്ളത്, ഇവിടെ ടേസ്റ്റിനെയാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ, അപ്പോൾ വേർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഈസ് ആണ് ഇവിടുത്തെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ഐസ് ഡാഷ് ബ്ലൂ. ഓപ്ഷൻസ് ഈസ് ആർ. അപ്പം നമ്മൾ നേരത്തെ എഴുതിയ അതേ പാറ്റേൺ ആണ്. കളറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത്, ഐസിനെ അല്ല. അപ്പോൾ ഉത്തരം ഈസ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ സ്മെൽ ഓഫ് ഫ്ലവേഴ്സ് ഡാഷ് അമേസിങ്. ഇവിടെ വാസും വേറും ഉണ്ട്. ആൻസർ എന്താണ്, വാസ് ആണ് അല്ലേ. നമ്മൾ സ്മെല്ലിനെ കൺസിഡർ ചെയ്യുക, ഫ്ലവേഴ്സിനെ വിട്ടേക്കുക. ഫ്ലവേഴ്സിനെ അല്ല ഇവിടെ കൺസിഡർ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ, വേറൊന്നുമില്ല. ഈസ് വാസായി, ആറ് വേറായി, വേറൊന്നും ഡിഫറൻസ് ഇല്ല. വേർബിൻ്റെ സിംഗുലർ ആണ് ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇനി ഇതുപോലുള്ള കുറച്ച് ടിപ്പ് പോലെ ഞാൻ പറഞ്ഞു തരാം. ഗ്രൂപ്പ് അല്ലെങ്കിൽ കളക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. എ ടീം ഓഫ് പ്ലെയേഴ്സ് ഈസ്, എ ബഞ്ച് ഓഫ് കീസ് ഈസ്, എ പാക്ക് ഓഫ് വൂൾസ് ഈസ്. ഓക്കെ, ഇപ്പോൾ ടെൻസ് ചേഞ്ച് ആയി വരാം. പാസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ വേറൊന്നും നോക്കണ്ട, സിംഗുലർ എഴുതുക. നോക്കൂ, എ ടീം ഓഫ് പ്ലെയേഴ്സ് വാസ്, എ ബഞ്ച് ഓഫ് കീസ് വാസ്, എ പാക്ക് ഓഫ് വൂൾസ് വാസ്. അപ്പോൾ ടെൻസ് ചേഞ്ച് ആയാലും പ്രശ്നമില്ല. വേർബിൻ്റെ എന്താണ്, V1 ഉം V2 നമുക്ക് വരും, പക്ഷേ സിംഗുലർ ഫോമാണ് യൂസ് ചെയ്യാനുള്ളത്. വേർബിൻ്റെ സിംഗുലർ ഫോമാണ് യൂസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്പേഴ്സും യൂണിറ്റും ആണ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സും യൂണിറ്റും വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് വരാനുള്ളത്, ദ 10 കിലോമീറ്റേഴ്സ് ഈസ്, 500 rupees ഈസ്. നമ്മൾ പല ആൾക്കാരും 10 കിലോമീറ്റേഴ്സ് എന്നൊക്കെ കാണുമ്പോഴത്തേനും പ്ലൂറൽ ആണല്ലോ, അപ്പോൾ വേർബും പ്ലൂറൽ ആയിരിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇവിടെ എന്താണ്, 10 കിലോമീറ്റേഴ്സ് ഈസ്, 500 rupees ഈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തായിരുന്നാലും ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പും കളക്ഷനും നമ്പേഴ്സും യൂണിറ്റ്സും ഒക്കെ വന്നാലും ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണിത്. ഓക്കെ, ടേസ്റ്റ്, കളർ, സ്മെൽ, ഗ്രൂപ്പ്, കളക്ഷൻസ്, പിന്നെ നമ്പേഴ്സ്, യൂണിറ്റ്സ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ വരാം. ഫ്രണ്ട് പോർട്ടിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ എന്ത് വന്നായിരുന്നാലും നമ്മൾ ആദ്യത്തെ ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ.
It is time we dash the work. Option start, starting, started, will start. അപ്പോൾ ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, വേർബിൻ്റെ രണ്ടാമത്തെ ഫോം സ്റ്റാർട്ടഡ്. ഓക്കെ, സ്റ്റാർട്ടഡ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം വന്നാൽ കണ്ണും പൂട്ട് നമുക്ക് എഴുതാം വേർബിൻ്റെ രണ്ടാമത്തെ ഫോം V2 അഥവാ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കാനുള്ളത്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. ഇതിലേതെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ വേർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക്